എന്റെ കുത്തിനേറി പിടിക്കുകയും ചെയ്ത് കുത്തിന് പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് തന്നെ ഇടിക്കുകയും ചെയ്തു. കൂടെ വന്നവർ പിടിച്ച് മാറ്റിയതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൂടെ വന്നിട്ട് പിടിച്ചു മാറ്റി. ഇത് നമ്മൾ അറിയിച്ചിട്ട് 8 പോസ്റ്റിൽ പലതവണ വിളിച്ചിട്ട് 8 പോസ്റ്റിൽ നിന്ന് ആരും വന്ന് ഇടപെടുകയും ചെയ്തില്ല. ഏകദേശം 5:40 നടന്ന സംഭവത്തിൽ 6:20 കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്ന് ഇതിന് ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പുനലൂരിൽ രോഗിയോടൊപ്പം എത്തിയ ആളാണ് ആശുപത്രി നഴ്സിംഗ് സ്റ്റാഫിനെ മർദ്ദിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫ് ജെബി ജെയ്സനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. ആശുപത്രിയിലെ അക്രമ സംഭവങ്ങൾ ഒട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ആശാസ്യകരമായ ഒരു കാര്യമല്ല. ഇന്നലെ വൈകിട്ട് ഇവിടെ നടന്ന സംഭവം, ഇവിടെ നമ്മുടെ ഒരു നഴ്സിംഗ് ഓഫീസർ, ഒരു സാമൂഹ്യ വിരുദ്ധൻ കയറി മർദ്ദിച്ചത് തികച്ചും പ്രതിഷേധാർഹമായ നടപടിയാണ്. നമുക്കറിയാം, പുനലൂർ താലൂക്ക് ആശുപത്രി വളരെയേറെ തിരക്കേറിയ ഒരു ആശുപത്രിയാണ്. കൊല്ലം ജില്ലയിലല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ആശുപത്രികളിലൊന്നാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അതിൻ്റെതായ മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്രയേറെ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും അവർക്ക് വേണ്ട കൺസിഡറേഷൻ കൊടുക്കാതിരിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെ മാനസികമായി തളർത്തുകയും ചെയ്യുന്നത് അതിശക്തമായി അപലപിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് ശക്തമായ നടപടിയെടുക്കണമെന്ന് സൂപ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ മർദ്ദനമേറ്റ സഹോദരനോടൊപ്പം നമ്മൾ നിൽക്കുകയും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരുമിച്ച് സഹകരിക്കുകയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിർത്തിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള സത്വര നടപടികൾ അധികാരികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ പിന്തുണയും നമ്മുടെ പ്രിയപ്പെട്ട നഴ്സിംഗ് ഓഫീസർ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈകുന്നേരം നമ്മുടെ ആശുപത്രിയിലുണ്ടായ നമ്മുടെ ഒരു സഹപ്രവർത്തകന് നേരെ ഉണ്ടായ അതിക്രമം അതൊരു കടന്നുകയറ്റമായിരുന്നു. ആശുപത്രി ജീവനക്കാരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഒരു സാമൂഹ്യ വിരുദ്ധന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. മാനസികമായും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നലെ ആശുപത്രിയിൽ നടന്നത്. ഇത് തുടർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ആശുപത്രിയിലെ ജീവനക്കാരുടെ പേരിൽ ഒന്നടങ്കം ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ സ്റ്റാഫ് നഴ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അപകടത്തിൽപ്പെട്ട് എത്തിയ രോഗിക്കൊപ്പം വന്ന ആൾ യാതൊരു പ്രകോപനവുമില്ലാതെ ആശുപത്രിയിൽ ജോലിയിലുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സിനെ ആക്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയുമായിരുന്നു എന്നാണ് പരാതി. തുടർന്ന് ആക്രമണം നടത്തിയ ആൾക്കൊപ്പം ഉണ്ടായിരുന്നവർ ഇയാളെ പിന്തിരിപ്പിച്ച് ആശുപത്രിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമയം ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ജീവനക്കാർ ബന്ധപ്പെട്ടിട്ടും പോലീസ് എത്തിയില്ല എന്നും പരാതിയുണ്ട്. അരമണിക്കൂറിന് ശേഷം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് ആശുപത്രിയിൽ എത്തിയതെന്നും മർദ്ദനമേറ്റ ജീവനക്കാരൻ പറഞ്ഞു. കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കാതെ ഒരു ആർട്ടിയുടെ കൂടെ വന്ന ഒരു ബൈസ്റ്റാൻഡർ ആയിരുന്നു. യാതൊരു പ്രകടനങ്ങളും ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ കിടന്ന അസഭ്യം വന്നപ്പം തൊട്ട് ഇവിടെ കിടന്ന ചീത്തവിളിയായിരുന്നു. വന്നപ്പം തൊട്ട് ഇവിടെ ആശുപത്രി ജീവനക്കാരെയും അവിടെ നിന്നവരെയും ബാക്കി എല്ലാവരെയും വായിൽ വരുന്ന തോന്നിവാസം മൊത്തം വിളിച്ചു പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ഏകദേശം 5:30 സമയമായപ്പോഴത്തേക്കും യാതൊരു പ്രകോപനവും കൂടാതെ നഴ്സിംഗ് ഓഫീസിൽ നിന്ന് എന്നെ വന്നിട്ട് എന്റെ പേര് ചോദിക്കുകയും എന്റെ അഡ്രസ്സ് ചോദിക്കുകയും അഡ്രസ്സ് പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ അഡ്രസ്സ് എനിക്ക് വേണമെന്നും നിന്നെ വീട്ടിൽ കയറി എന്തോ ചെയ്യുമെന്ന് പറയുകയും എന്റെ കുത്തിനേറി പിടിക്കുകയും ചെയ്ത് കുത്തിന് പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് തന്നെ ഇടിക്കുകയും ചെയ്തു. കൂടെ വന്നവർ പിടിച്ച് മാറ്റിയതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൂടെ വന്നിട്ട് പിടിച്ചു മാറ്റി. ഇത് നമ്മൾ അറിയിച്ചിട്ട് 8 പോസ്റ്റിൽ പലതവണ വിളിച്ചിട്ട് 8 പോസ്റ്റിൽ നിന്ന് ആരും വന്ന് ഇടപെടുകയും ചെയ്തില്ല. ഏകദേശം 5:40 നടന്ന സംഭവത്തിൽ 6:20 കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്ന് ഇതിന് ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഒരു അന്തരീക്ഷമാണ്. നമുക്കറിയാം, പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ്. ഇവിടെ വരുന്ന ഈ മലയോര മേഖലയിൽ വരുന്ന എല്ലാ ആക്സിഡന്റ് കേസുകളും എമർജൻസി കേസുകളും നമ്മളാൽ കഴിയുന്ന വിധം പുനലൂർ ആശുപത്രിയുടെ മാക്സിമം എല്ലാം ചെയ്ത് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന എല്ലാ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഏരിയയാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ട് തികച്ചും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ഒരു കാബാലികന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. നമുക്കറിയാം, വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളുമായിട്ടാണ് കാഷ്വാലിറ്റി നമ്മൾ ജീവനക്കാർ ജോലിയെടുക്കുന്നത്. അവിടെ എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും, എന്നാൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആ വരുന്ന രോഗികളോട് കാണിക്കാതെ വളരെ സൗമ്യമായി അവർക്ക് വേണ്ട എല്ലാ കെയറുകളും നടത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ തങ്ങളുടെ മാതാവിനെ വരെ വളരെ നികൃഷ്ടമായ രീതിയിൽ വിളിച്ചുകൊണ്ട് മാനസികമായും ശാരീരികമായും മർദ്ദനമേറ്റുകൊണ്ട് ഒരു കാബാലികൻ പ്രതികരിക്കപ്പെടുകയുണ്ടായി.
ഇതൊരിക്കലും നമ്മളുടെ ജീവനക്കാർക്കിടയിൽ അനുവദിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ വിവിധ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളുടെ ജോലിയിൽ വളരെ നമ്മളുടെ ജോലി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ നമ്മൾ ജീവനക്കാരെല്ലാം ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ഇതിന് തക്കതായ ശിക്ഷ ലഭിക്കും വരെ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ യോഗവും പട്ടണത്തിൽ പ്രകടനവും നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിൽ ബന്ധപ്പെട്ടിട്ടും സ്ഥലത്തെത്തിച്ചേരാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.